ശ്രീദേവിയോടും ധാത്രിദേവിയോടും കൂടി സകല ജന പരിസ്പഷ്ട ദൃശ്യ സശിഷ്യേ, സകല ജനങ്ങളാലും പരിസ്പഷ്ട ദൃശ്യനായിട്ട് ആർക്ക് നോക്കിയാലും കാണാൻ പാടില്ല. ഇപ്പൊ കാണാട്ടോ മഹാവിഷ്ണുവിനെ കാണാനില്ല. പിന്നെന്താ ഈ എല്ലാവർക്കും നോക്കിയാലും എപ്പോൾ നോക്കിയാലും കാണാൻ പാടില്ല പറയാൻ കാരണം സാധാരണക്കാർക്ക് എന്താ രുക്മാംഗത ധർമാംഗത സന്ധ്യാവലിമാരെ പോലെ ഭക്തകളും ഭക്തന്മാരുമായിട്ടുള്ള സകല ഭക്തന്മാർക്കും എപ്പോൾ നോക്കിയാലും കാണത്തക്ക വിധത്തില് സകല ജന പരിസ്പഷ്ട ദൃശ്യ സശിഷ്യേ അനന്തശായിയായിട്ട് അനന്തപത്മനാഭനായിട്ട് പൂർവാവസ്ഥയിൽ എങ്ങനെയാണോ അതേപോലെ അവിടെ ചെയ്യിക്കുന്നതായി. ഇപ്പോഴോ എല്ലാവർക്കും അവിടെയുള്ള ആൾക്കൊക്കെ മോക്ഷം ഏകാദശി വ്രതം അനുഷ്ഠിക്കൊണ്ടുണ്ടായിട്ടുള്ള ആ സദ്ഗതി എല്ലാവർക്കും സാധിച്ചു എന്ന് മാത്രമല്ല സർവജ്ഞന്മാർക്കും ഭൂമിക്കും സന്തോഷമായി, പ്രജകൾക്ക് സന്തോഷമായി, ജീവജാലങ്ങൾക്ക് സന്തോഷമായി. ഏകാദശി വ്രതം കൊണ്ടുണ്ടായിട്ടുള്ള ക്ഷേമ ഐശ്വര്യങ്ങളെ കൊണ്ട് സകല ജനങ്ങളും സന്തുഷ്ടന്മാരായപ്പോൾ ഭഗവാൻ പ്രസാദം ഏറ്റവും സന്തോഷത്തോടുകൂടിയവരായിക്കൊണ്ട് പ്രസാദിച്ചു. അപ്പോഴോ എല്ലാം മംഗളമായി തീർന്നു മാത്രമല്ല അതോടുകൂടിയിട്ട് എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലലബ്ധി എന്തെന്ന് മനസ്സിലായിത്തീർന്നു. സന്തോഷത്തോടുകൊണ്ട് ഭഗവാൻ വിഷ്ണുഭക്തന്മാരെ വധിച്ചുകൊണ്ട് ആ വിഷ്ണുലോകം പോകാനാണ്. അതാണ് ഭഗവാനെ സേവിക്കപ്പെടാൻ മാത്രം സമയമില്ല. ഏകാദശി വ്രതം അന്ന് ഭക്ഷണം കിട്ടുമെങ്കിലും അന്വേഷിച്ച് പുറപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത കഴിക്കുക, ഇതൊക്കെ അജ്ഞത കൊണ്ടാണ്. അജ്ഞതയല്ല, ജ്ഞാന സമ്പാദനത്തിന് ഭക്തിമാർക്കും ഏറ്റവും വലുതാണ്. ഭക്തി വല്ലാതെ ഉണ്ടാക്കി തീർക്കാൻ അത് ചിട്ടകളെ ആചരിക്കേണ്ട ആചാരാനുഷ്ഠാന സമ്പ്രദായങ്ങൾ ആ ഉപദേശക്രമം അനുസരിച്ച് നീങ്ങുമ്പോഴോ യാതൊരു വിഷമം ഉണ്ടാവില്ല. സജ്ജനങ്ങൾക്ക് എന്താണ് ആരോഗ്യ സമ്പൽ സൗഖ്യങ്ങൾ വേണ്ട പോലെ പ്രദാനം ചെയ്യുവാനായിക്കൊണ്ട് ലക്ഷ്മി വല്ലഭനാണല്ലോ. സമ്പത്തിന് യാതൊരു കുഴപ്പമില്ല. മാത്രമല്ല രക്ഷാവിചക്ഷണനാണ്, രക്ഷിക്കാൻ വിചക്ഷൺ വേടാരുമില്ല. സംഹാരകർത്താവ് മഹാദേവൻ, ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്, രക്ഷിക്കാൻ വിചക്ഷൺ മഹാവിഷ്ണു പക്ഷിവാഹനൻ, എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് സകല ജനപരിസ്പഷ്ട ശിഷ്യയെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ആ മഹാവിഷ്ണു തന്നെ സേവിക്കുന്ന സകല ഭക്തന്മാർക്കും ഭക്തകൾക്കും സർവാഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുവാനായിക്കൊണ്ട് ആയവിടെ വൈകുണ്ഠത്തിങ്കൽ വർത്തിപൂർണം ചെയ്തത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആരോപ്യമോനമന്ദം സ്വയമഥ വിനദാനന്ദനസ്യോപരിഷ്ടാൽ ദുഷ്ടാത്മാ പത്മനാഭസ്വയമപി ച സമാരുഹ്യ ദീപ്യമാന പ്രാപ്തോ വൈകുണ്ഠലോകം വിമലരുചിഭരേ സർപ്പലോകേന്ദ്രകൽപ്പേ ലക്ഷ്മീധാത്രീ സമേത സകല ജനപരിസ്പഷ്ട ദൃശ്യ സശിഷ്യേ കളവേണുരവക്കളായ നീലക്കമലാചുംബനലംബടോതിരമ്യ അണിബോധൈവാരവിന്ദമധ്യേ രമതാം